ആദ്യ മണ്ഡലം വിജയിക്കാൻ പോകുന്നത് തൃക്കാക്കര തന്നെയാവും എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഞാൻ വീണിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് കാണുമ്പോൾ കാണാതിരുന്നവർക്കൊക്കെ കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു വരാനായിട്ട്. എന്നിരുന്നാലും എല്ലാവരും രണ്ട് കൈ നീട്ടി സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് വികസനത്തിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ആളുകളുടെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുടിവെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പറ്റി 1,20,00,000 രൂപ കൊടുത്തത് MLA ഫണ്ടിൽ അതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊക്കെ സ്ഥാപിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഒരു റോഡിൻ്റെ വികസനം പോലും നടത്തി തന്നിട്ടില്ല, എന്നിട്ട് മെട്രോ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോയുടെ ഒരു പ്രവർത്തനം ഊർജിതമാക്കാനായിട്ട് എല്ലാ ശ്രമവും നടത്തും. നമസ്കാരം. തൃക്കാക്കര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഉമാ തോമസ് ചേച്ചി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? പ്രചരണമൊക്കെ എങ്ങനെ പോകും? നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു റോഡ് ഷോയിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ PT തോമസിൻ്റെ കല്ലറയിൽ പോയി ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിച്ച അനുഗ്രഹം, അദ്ദേഹം എന്നെ കാവലായിട്ട് കാത്തു നിൽക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റി. പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാനും അതുപോലെ മഠങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ കഴിഞ്ഞു. ഇന്നിപ്പം 19-ാം തീയതി പെരുന്നാൾ ദിവസമാണ്. അതുകൊണ്ട് എല്ലായിടത്തും തന്നെ സെൻറ്റ് ജോസഫിൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് എല്ലായിടത്തും ഫീസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ കടവന്ത്ര മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കടന്നു പോകാൻ പറ്റി. വിട്ടുപോയത് മാത്രം ഇനി കണ്ടുപിടിച്ച് അത് മാത്രം ഒന്ന് പോകേണ്ടതുണ്ട്. ഇനി അടുത്ത മണ്ഡലത്തിലെ ആകെയുള്ള എല്ലാ പള്ളികളിലും പോകാൻ തുടങ്ങുകയാണ്. വലിയ ശുഭാപ്തി വിശ്വാസമാണ്. UDF ഭരണത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് പ്രതികരണം? വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ വീണിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് കാണുമ്പോൾ കാണാതിരുന്നവർക്കൊക്കെ കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. വരാനായിട്ട് നോക്കിയപ്പോൾ ആശുപത്രിയിൽ കയറ്റാത്തതുകൊണ്ടാണ്, ഇൻഫെക്ഷൻ പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടം ഇപ്പോൾ കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാവരും രണ്ട് കൈ നീട്ടി സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മണ്ഡലത്തിൽ ഇനിയും പൂർത്തിയാക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഒരുപാട് പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രതിപക്ഷത്തിരുന്ന MLA എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആവശ്യങ്ങൾ, അതായത് നമുക്ക് വികസനത്തിനോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ആളുകളുടെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുടിവെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ തനതായ ഒരു ആശുപത്രി സൗകര്യം ഗവൺമെൻറ്റിൻ്റെ തലത്തിലില്ല. ഒരു പബ്ലിക് ഹെൽത്ത് സെൻറ്റർ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഒരു താലൂക്ക് ആശുപത്രി വേണമെങ്കിൽ ഞാൻ ഇവിടെ ആലുവയിൽ പോകണം, മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ ഞാൻ കളമശ്ശേരി പോകണം, ജനറൽ ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഞാൻ എറണാകുളത്ത് പോകണം. എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ ഇത്രയധികം ആളുകൾ തിങ്ങി വിങ്ങി പാർക്കുന്ന ഈ സ്ഥലത്ത്, ഇത്രയധികം ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ള ഈ സ്ഥലത്ത് കിടത്തി ചികിത്സിക്കാനായിട്ട് ഒരു സൗകര്യം ഗവൺമെൻറ് ഒരുക്കി തന്നിട്ടില്ല. നമുക്കവിടെ ഒരു പബ്ലിക് ഹെൽത്ത് സെൻറ്ററിലെ മുകളിലായിട്ട് 7000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറുതെ കിടക്കുമ്പോൾ അവിടെ ഒരു ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടിയിട്ട് നേരത്തെ PT അനുവാദം വാങ്ങിയിരുന്നതാണ്. അതിപ്പോൾ വെക്കാനായിട്ട്, അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, സ്റ്റാഫ് പാറ്റേൺ മാറ്റാനായിട്ട് സാമ്പത്തിക നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അത് നിരാകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടിയിട്ട് PT ഡയാലിസിസ് യൂണിറ്റിന് വേണ്ടിയിട്ട് PT 1,20,00,000 രൂപ കൊടുത്തത് MLA ഫണ്ടിൽ അതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊക്കെ സ്ഥാപിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് ഡയാലിസിസ് ചെയ്യുന്ന ഒത്തിരി പേഷ്യൻസ് എൻ്റെ മണ്ഡലത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമേകാനെങ്കിലും അത് ആ രീതിയിൽ തുടങ്ങണം. പിന്നെ ഒരു ആശുപത്രി തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മെട്രോ 3 വർഷത്തിൽ ആദ്യത്തെ ഫേസ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ചെയ്തു തീർത്തതാണ്. സെക്കൻഡ് ഫേസിൽ യാതൊരു സഹായവും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു റോഡിൻ്റെ വികസനം പോലും നടത്തി തന്നിട്ടില്ല, എന്നിട്ട് മെട്രോ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോയുടെ ഒരു പ്രവർത്തനം ഊർജിതമാക്കാനായിട്ട് എല്ലാ ശ്രമവും നടത്തും. ഇടത് വിരുദ്ധത എത്രത്തോളം UDF അനുകൂലമാകും? തീർച്ചയായിട്ടും ഇപ്പം ഇടതുപക്ഷം ചാരി നിൽക്കുന്ന പലരും ഇപ്പോൾ അവരുടെ ഒരു തത്വത്തെ അല്ലെങ്കിൽ അവരുടെ തത്വശാസ്ത്രങ്ങളെയെല്ലാം മറന്നാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല, എനിക്ക് UDF അധികാരത്തിലേറും. തൃക്കാക്കര മണ്ഡലം ടീം UDF
തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് അതിനായി പ്രവർത്തിക്കും. ആദ്യ മണ്ഡലം വിജയിക്കാൻ പോകുന്നത് തൃക്കാക്കര തന്നെയാവും എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും എന്തായാലും ഉമ്മച്ചേച്ചി അങ്ങനെ പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് പൂർത്തിയാക്കാനുണ്ട്. അതിനായിട്ടുള്ള ശ്രമമാണ് ഇനി തുടരാൻ പോകുന്നത്. UDF ഉറപ്പായും അധികാരത്തിൽ വരും എന്നും ഉമ്മച്ചേച്ചി പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.